ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വാഴപ്പിണ്ടി വെച്ചിട്ട് ഒരു പരിപ്പ് കറിയാണ്. ഇത് നമുക്കിതിൻ്റെ പോർഷനെല്ലാം മാറ്റിയിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത് അരിഞ്ഞെടുക്കുന്നത് കാണാം. ഈ പരിപ്പ് നന്നായിട്ട് കഴുകി അതിലേക്ക് ഒരു തക്കാളി മുറിച്ചിട്ടുണ്ട്, ഒരു സവാളയും മുറിച്ചിട്ടുണ്ട്, ഒരു പച്ചമുളകും. ഇതിലേക്ക് ലേശം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ആദ്യം പരിപ്പ് വേവിക്കാൻ വെക്കാം. പരിപ്പ് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് വാഴപ്പിണ്ടി കട്ട് ചെയ്ത് വെക്കാം. പരിപ്പ് കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് അരിഞ്ഞെടുക്കാം. ഇത് ഇങ്ങനെയാണ് കിട്ടുക. ഇതിന് കൂടുതലുണ്ടാകും. ഇങ്ങനെല്ലാം പോർഷനെല്ലാം മാറ്റിയിട്ട് പിന്നെ വരുന്നത് ഇങ്ങനെ ട്യൂബ് മറ്റൊരു സംഭവമാണ്. അപ്പോൾ ഇത് എങ്ങനെ കട്ട് ചെയ്യുന്ന എന്ന് നോക്കാം. നമുക്ക് റൗണ്ടായിട്ടും കട്ട് ചെയ്യാം. ഇതൊരു നൂല് പോലത്തെ ഒരു സംഭവമുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഇതിങ്ങനെ വലിച്ചെടുത്തിട്ട് പിന്നെ ഇത് ചെറിയ ചെറിയ കഷ്ണാക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്യാം. അല്ലാതെ ഇങ്ങനെയും കട്ട് ചെയ്യാം. ഇതിങ്ങനെ ചെറുതാക്കിയിട്ട് ഇങ്ങനെ കൊത്തി പിന്നെ നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് അങ്ങനെ എടുക്കാം. ഇങ്ങനെ ചെറുതാക്കിയിട്ട് ഇങ്ങനെ മുറിച്ചിട്ട് എടുക്കാം. ഞാനിത് ഫുള്ളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊണ്ടുവരാം. നമുക്ക് പരിപ്പിൻ്റെ വിസിലൊക്കെ പോയിട്ട് എന്തിനാണോ പരിപ്പ് വെന്തുണ്ട്. ഇതിലേക്ക് വാഴപ്പിണ്ടി അരിഞ്ഞത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചേർക്കാം. നമുക്ക് ആവശ്യമുള്ള ചേർക്കാം. ഇപ്പോൾ കുറച്ചാണ് ചേർക്കുന്നത്. ഇതിലേക്ക് ഒരു മുറി തേങ്ങ അരച്ചത് ചേർക്കുന്നുണ്ട്. കുറച്ച് മുളക് പൊടി, ഇതിലേക്ക് ലേശം വെള്ളം ഒഴിക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് കറിവേപ്പിലയും ഉപ്പും ഇട്ടിട്ട് വേവിക്കാൻ വെക്കാം. ഉപ്പും ചേർക്കുന്നുണ്ട്. നമുക്ക് ഗ്യാസ് ഓൺ ഇട്ടിട്ട് തിളച്ച് വരുന്നവർക്കും വെയിറ്റ് ചെയ്യാം. തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് വറുത്ത് കടുകും വറ്റൽമുളകും കൂടെ വെളിച്ചെണ്ണയിൽ വറുത്ത് ഇതിലേക്ക് ഒഴിക്കാനുണ്ട്. ഇത് തിളക്കട്ടെ. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് വാഴപ്പിണ്ടിയൊക്കെ ഒന്ന് വെന്തുണ്ട്. നമുക്ക് ഉപ്പ് ചെക്ക് ചെയ്യാം. ഉപ്പിൻ്റെ കുറവുണ്ട്. നമുക്ക് ഗ്യാസിൽ നിന്ന് ഇറക്കി വെക്കാം. നമുക്ക് ഇതിലേക്ക് വറുത്തൊഴിക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചൂടായിക്കാണ് കടുകിടുന്നത്.
ഇതിലേക്ക് 2 വറ്റൽമുളക് ചേർക്കുന്നുണ്ട്. അതിൻ്റെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് കറിയിലേക്ക് ഒഴിക്കാം. സ്വാദിഷ്ടമായ പരിപ്പും വാഴപ്പിണ്ടി വെച്ചുള്ള കറി റെഡി ആയിട്ടുണ്ട്. ഇത് ശരീരത്തിന് ഏറ്റവും നല്ലൊരു ഇതാണ് ഈ വാഴപ്പിണ്ടി. ഇത് മലബന്ധമുള്ളവർക്ക് ഏറ്റവും ഗുണമുള്ളൊരിതാണ്. എല്ലാവരും ഇതുണ്ടാക്കി കഴിക്കണം. നമുക്ക് സെർവിങ് പാത്രത്തിലേക്ക് നന്നായിട്ട് നാരുള്ളത് കൊണ്ട് മലബന്ധമുള്ളവർക്ക് പറ്റിയൊരു കറിയാണത്. അത് തോരനായിട്ടും കഴിക്കാം, നമുക്ക് കറി വെച്ചെല്ലാം കഴിക്കാം. വാഴൻ്റെ എല്ലാ ഇതും നല്ല തന്നെയാണ്. കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കണം.